ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഹഫിള സ്വലവാത്തിൽ ഖംസി ലി വഖതിഹാ വദാവമ അലൈഹാ, കറക്റ്റ് സമയത്ത് നിസ്കരിക്കുന്ന മനുഷ്യർക്ക് അക്രമഹുല്ലാഹു ബിതിസ്ഇ കറാമാത്തിൻ, 9 ആദരവുകൾ അള്ളാഹു നൽകും. എപ്പോഴും ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കാരത്തെക്കുറിച്ചുള്ള ആലോചന. എപ്പോഴെങ്കിലൊക്കെ ഡിലേ ആകുന്നുണ്ടെങ്കിൽ അതൊരു 5-10 മിനിറ്റ് അതിൻ്റെ ജമാഅത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. ഇല്ലേ, വേഗം അവർ നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തെ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് സമയം കൃത്യത പാലിക്കുന്ന മനുഷ്യർക്ക് 9 ആദരവ് കൊണ്ട് അള്ളാഹു അവരെ ആദരിക്കുന്നതാണ്. 1, യുഹിബ്ബുഹുല്ലാ, അവരെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമായിരിക്കും. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? വിളിക്കുന്ന സമയത്ത് വരുന്ന അടിമകളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാണ്ട് പോകും. യുഹിബ്ബുഹുല്ലാ, അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമായിരിക്കും. അതല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്? നമ്മളങ്ങനെ ആലോചിച്ച് നോക്കിയേ. നമുക്ക് കുറേ ഫാൻസ്, വീഡിയോസിന് കുറേ വ്യൂവേഴ്സ്, ഭയങ്കര സബ്സ്ക്രിപ്ഷൻ. ഈ ബീച്ചിൽ നിന്നെങ്ങാനും 2 വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്താൽ 2 മില്യൺ 2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? കണ്ടിട്ട് രസിക്കാന്നല്ലാതെ ആഖിറത്തിൽ ഇപ്പം എന്താ കാര്യം? അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലോകത്ത് നമുക്ക് എത്ര വ്യൂവേഴ്സും എത്ര ഫാൻസും ഉണ്ടായിട്ട് എന്താ ഇപ്പോൾ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്ത് കാര്യം? അഥവാ നമ്മളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം, ലോകത്താർക്കും നമ്മളെ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നമ്മളെ രാജാവ് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലേ, വേറെന്താ പ്രശ്നം? അങ്ങനെ ഒരാൾക്ക് വേണോ? അയാൾ നിസ്കാരം കൊണ്ട് കളിക്കരുത്. മോനെ, ഏത് കാര്യത്തിൽ നിനക്ക് വല്ലാത്ത ജാഗ്രത ഇല്ലെങ്കിലും നിസ്കാരത്തിൽ ജാഗ്രത വേണം. യുഹിബ്ബുഹുല്ലാ, ആ വാക്കിനെ ആർക്കെങ്കിലും വിശദീകരിക്കാൻ പറ്റുമോ? വരിഅദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ഇഷ്ടമല്ലേ അക്ബർ, ഏറ്റവും വലുത്. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടലല്ലേ ഏറ്റവും വലുത്. അതല്ലേ നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ നമ്മളെക്കുറിച്ച് വെറുതെ 1 മിനിറ്റ് ആലോചിച്ച് നോക്കിയേ. ഈ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു സൈലൻറ്റ് മോഡിൽ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഇപ്പം എന്നെ എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ടാവോ? എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടക്കേട്, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഓരോ അടിമകളോട്. എന്തായിരിക്കും എന്നോട് അള്ളാഹുവിൻ്റെ കൺസെപ്റ്റ്? ഇഷ്ടമായിരിക്കുമോ? ഇഷ്ടമായിരിക്കുമോ? അത് നമ്മൾ ആലോചിച്ചു. വേറെ ആരും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഈ സബ്സ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലെ ഭയങ്കര പൂവും തിജ്ജും ലൈക്കൊക്കെ, അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരൂല മോനെ. നമ്മൾ പോകേണ്ടത് അള്ളാൻ്റെ അടുത്തേക്കല്ലേ. ഈ കൂട്ടുകാരുണ്ടാവോ? ഈ ചെങ്സ് ഉണ്ടാവോ? പ്രൈവറ്റ് ഗ്രൂപ്പായിട്ടുള്ള ഇൻസ്റ്റയിലെ കൂട്ടുകാരുണ്ടാവോ? ആരും ഉണ്ടാവില്ലല്ലോ, ആരും ഉണ്ടാവില്ല. നമുക്കാകെ കാവൽ അള്ളാഹ് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? വേറെ ആരെങ്കിലും നമുക്കുണ്ടോ രക്ഷപ്പെടുത്താൻ? അള്ളാഹിൻ്റെ ഇഷ്ടമല്ലേ നമുക്ക് കിട്ടേണ്ടത്? കിട്ടണം. സിറാത്ത് പാലത്തിൽ കയറാൻ, അവിടുന്ന് രക്ഷപ്പെടാൻ അള്ളാഹ് കരുതണ്ടേ? ഈമാനോടെ നമ്മൾ മരിച്ചു കിട്ടാൻ അള്ളാഹ് കരുതണ്ടേ? ഖബറിൽ രക്ഷപ്പെടാൻ അള്ളാഹിൻ്റെ തീരുമാനമല്ലേ നടക്കേണ്ടത്? സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യരെ തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്കെന്നുള്ള കൺസെപ്റ്റിലേക്ക് അള്ളാഹ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കഴിച്ചെല്ലാൻ പറ്റൂ. അതിന് അള്ളാഹിൻ്റെ തൃപ്തി ഒരാൾക്ക് വേണോ? മോനെ, അവ്വൽ വക്തിൽ നിസ്കരിക്കണം. അയ്യുൽ അഅ്മാലു അഫ്ളൽ, നബിയെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലേതാന്ന് ചോദിച്ചപ്പോൾ അസ്സലാത്തുലി അവ്വലി വക്തിഹ, ആദ്യ സമയത്തുള്ള നിസ്കാരമാണെന്നല്ലേ ഉത്തരം പറഞ്ഞത്, അല്ലേ? സമരം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും നിസ്കാരം ഒഴിവാക്കാത്തവരല്ലേ സ്വഹാബത്ത്? യുദ്ധത്തിൻ്റെ ഇടയിൽ 1-ാം സഫുകാർ യുദ്ധം ചെയ്യുമ്പോൾ 2-ാം സഫിൽ നിന്ന് സ്വഹാബത്ത് നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുൾമുനയിൽ നിന്നുകൊണ്ടും അവർ നിസ്കാരം ഒഴിവാക്കണില്ലല്ലോ. നിസ്കാരം തന്നെയല്ലേ. അള്ളാഹ് വിളിച്ച വിളിയല്ലേ യുഹിബ്ബുഹുല്ലാ. സമയത്തിന് നിസ്കരിക്കുന്ന മോനാണോ മോളാണോ അവർക്ക് അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടും. 2, വയക്കൂനു ബദനുഹു സ്വഹീഹൻ, അവരുടെ ശരീരത്തിന് നല്ല ആഫിയത്തായിരിക്കും, ശരീരത്തിന് നല്ല ആരോഗ്യമായിരിക്കും അവർക്ക്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കും അള്ളാഹിനോട് ചോദിക്കാനുള്ളത് സലുല്ലാഹ അൽ ആഫിയ, ആഫിയത്തല്ലേ. ആഫിയത്തിന് വെറും ആരോഗ്യം എന്ന് മാത്രം അർത്ഥം വെച്ചാലൊന്നും പോരാ. മരിച്ച മയ്യത്തിനും നമ്മൾ ദ്വാരക്കുന്നുണ്ടല്ലോ ആഫിയത്ത്. മരിച്ചാക്കെന്താ ആഫിയത്ത്? സുഖം എന്നാണ് അർത്ഥം, സൗഖ്യം, അതതു കാലത്തെ സുഖം. ഖബറിലെ സുഖമാണ് അവിടെ ആഫിയത്തിൻ്റെ താല്പര്യം. ആഫിയത്തിന് 10 അർത്ഥങ്ങളുണ്ട്, 10 അർത്ഥങ്ങളുണ്ട്. വിശദമായി ഇപ്പോൾ അതിലേക്ക് പോകുകയല്ല. ഹിസ്ബുൽ ബഹറിൻ്റെ വ്യാഖ്യാനത്തിൽ അത് കാണാം, 10 വിശദീകരണങ്ങൾ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഏറ്റവും ടോപ്പ് ചോദ്യം തന്നെ സലുല്ലാഹ അൽ ആഫിയ, ആഫിയത്താണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. കാഷ്ടത്തിലും മൂത്രത്തിലും കിടന്നിട്ട് ഭാര്യയ്ക്ക് തോന്നുന്നു മരിച്ചാൽ മതി ഈ ചങ്ങ, എത്ര കാലമായി. ഓപ്പറേഷനൊക്കെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ പുതിയാപ്പിളമാറും മരുമകനൊക്കെ ആദ്യം ചിലവാക്കൂ, പിന്നെ ഓർക്ക് മടുക്കും. എത്ര കാലമായി ഡയാലിസ് ചെയ്യാം. ഒരു ഘട്ടത്തിൽ മനുഷ്യർക്ക് മടുക്കുന്നു. ആർക്കും തലവേദന ആവാത്തൊരു ജീവിതം. മോനെ, നിസ്കാരത്തെ കൊണ്ട് കളിക്കരുത്.
നിസ്കാരത്തെ കൊണ്ട് കളിച്ചോ, നിന്നെ കൊണ്ട് മൂക്കൊണ്ട് വരക്കേണ്ടി വരും. വയക്കൂനു ബദനുഹു സ്വഹീയൻ, ആരോഗ്യകാലത്ത് നിസ്കാരം. നീ എടുത്തു പോകുന്ന ബുള്ളറ്റ് ഉണ്ടല്ലോ, ടക്ക ടക്ക സൗണ്ടുള്ള സൗണ്ട്, വാട്ടവർ എന്തെങ്കിലും ആവട്ടെ, അത് ആ ബാങ്കിൻ്റെ സമയമാകുമ്പോൾ നിർത്തുക. ആയിട്ടില്ലല്ലോ എന്ന് വിചാരം തൽക്കാലം മാറ്റിവെക്കുക. എന്നിട്ട് നിസ്കാരത്തിൽ നിന്റെ ബ്രേക്ക് ഇടാൻ നിനക്ക് കഴിയണം. വയക്കൂനു ബദനുഹു സ്വഹീഹൻ. 3 വതഹ്റുസുഹുൽ മലായിക, മലക്കുകൾ നിനക്ക് കാവലിരിക്കും. ആ കാവലുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? ബദറിൽ മലക്കുകൾ വന്നില്ലേ? ഇല്ലേ? സ്വാലിഹീങ്ങൾക്ക് കാവലിരിക്കുന്ന മലക്കുകൾ ആയിരങ്ങളാണ്. അവർ കാവലിരിക്കും, അവർ കാവലിരിക്കും. അബൂ മഅലക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. അബൂ മഅലക് റളിയല്ലാഹു അൻഹു നല്ല ബിസിനസ്സുകാരനാണ്. മഹാനവറുകൾ തൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം യാത്ര പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഒരാൾ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു റിക്വസ്റ്റ് നടത്തി. എന്താ റിക്വസ്റ്റ്? നമുക്ക് ഷെയർ ബിസിനസ് ആയാലോ? ഓക്കെ നമുക്ക് ഷെയർ ആവാം. അങ്ങനെ യാത്ര തുടർന്നു. യാത്ര നീണ്ടപ്പോൾ മഹാനായ സ്വഹാബി വഴിയിൽ വെച്ച് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉറക്കം നെട്ടിയപ്പോൾ കാണുന്നത് കയ്യും കാലൊക്കെ കെട്ടിയിടപ്പെട്ട നിലയിലാണ്. ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളാണോ ഇത് കെട്ടിയിട്ടത്? അതെ. എന്തിന്? എന്നെ കൊല്ലാനോ? എന്തിന്? യഥാർത്ഥത്തിൽ അയാൾ ഒരു വഞ്ചകനായിരുന്നു, ഒരു മുനാഫിഖായിരുന്നു. കച്ചവടം ചെയ്യുമ്പോഴാണ് ഓരോരുത്തരുടെ ഉള്ള് ബോധ്യപ്പെടുക. സമ്പത്തിൻ്റെ മുന്നിലാണ് പലരും സൗഹൃദത്തെ തകർത്ത് ചാമ്പലാക്കുക. എൻ്റെ പണം നിങ്ങളെടുത്തോളി, എന്നെ വെറുതെ വിട്, മാലുക്ക്, എൻ്റെ പണം നിങ്ങൾക്ക് എടുക്കാമല്ലോ. എന്തായാലും നിങ്ങൾ തന്നാലും ഇല്ലെങ്കിൽ നിങ്ങളെ പണം എനിക്ക് തന്നെയാണ്, അതിനെടുത്തോളൂ. നിങ്ങൾ ഔദാര്യമായിട്ട് തരമൊന്നും വേണ്ട, അതിനെടുക്കും. നിങ്ങളെ കൊല്ലണം. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? നിങ്ങൾ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്ന ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മനസ്സിലായി, നിഫാഖ് പുറത്തേക്ക് വന്നു. ഓക്കെ, ഇനി എനിക്ക് വേറെ വകുപ്പില്ലല്ലോ, എന്നെ കൊന്നോളൂ. പക്ഷെ എനിക്കൊരു ലാസ്റ്റ് ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എനിക്ക് 2 റക്അത്തിന്റെ അള്ളാഹിനോട് വർത്താനം പറയണോ. അവർക്കതാണ്, വേറെ വർത്താനമാണ്, അവർക്ക് അത്രേ വേണം. 2 റക്അത്ത് വർത്താനം. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട്, അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിയ മനുഷ്യർ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് ഇങ്ങനെ കൊടുക്കാതിരിക്കും? യുഹിബ്ബുല്ലാഹ്. ഒന്നാമത് നമ്മൾ കേട്ടില്ലേ, സ്കാരം കൊണ്ട് നടക്കുന്നവർക്ക് അള്ളാഹിൻ്റെ ഇഷ്ടം ഉണ്ടാവും. ഒരു വിളി, ഒറ്റ വിളി. ആ വിളിയുടെ ഉത്തരമായി ഒരു കുതിരപ്പടയാളി അവിടെ ഇറങ്ങി വന്നു. മുനാഫിക്കിൻ്റെ തല അറുത്തിട്ട് പോയി. പോകുന്ന സമയത്ത് അബൂ മഅലക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാ? അന ജിബ്രീൽ, അള്ളാഹ് അയച്ചതാ. നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് വിട്ടില്ലേ? അള്ളാഹിനോട് വിട്ടില്ലേ? ഇങ്ങോട്ടേക്ക് വിട്ടതാണ് എന്നെ. വതഹ്റുസുഹുൽ മലായിക, മലക്കുകളുടെ കാവലുണ്ടാവും. ചരിത്രം വിശദമായി ഹാഫിദ് ഇബ്നു അബി ദുനിയ റഹ്മഹുള്ളയുടെ കിതാബ് മുജാബു ദഅവയിൽ നമുക്ക് വായിക്കാൻ പറ്റും. വതഹ്റുസുഹുൽ മലായിക, മലക്കുകളുടെ കാവലുണ്ടാവും. 4 വതൻസിലുൽ ബറകതു ഫീ ദാരിഹി, നിസ്കാരം കൊണ്ട് നടക്കുന്ന മനുഷ്യർ. ഉപ്പ അവ്വൽ വഖ്ത് സുബ്ഹി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഉമ്മ ചെറുപ്പക്കാരി അവ്വൽ വഖ്ത് തഹജ്ജുദിനെ ഉണർന്നിട്ടുണ്ട് എങ്കിൽ ജനിക്കുന്ന മക്കൾക്ക് ബറക്കത്ത്, ചെയ്യുന്ന ജോലിയിൽ ബറക്കത്ത്, സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ ബറക്കത്ത്. ആ വീട് ബറക്കത്തിന്റെ വീടായിരിക്കും, അനുഗ്രഹത്തിന്റെ വീടായിരിക്കും. കാരണം എന്താ? മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാണ്. മലക്കുകളുടെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാർക്ക് വല്ലാത്ത ബറക്കത്തായിരിക്കും. അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് 4 മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന ചരിത്രം, കഥ ഖുർആനിലുണ്ട്, പലയിടങ്ങളിലായുണ്ട്. അവർ യഥാർത്ഥത്തിൽ പോകുന്നത് സദൂം എന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടുകാരിലേക്കാണ്. ആ പോകുന്ന വഴി ഓൺ ദി വേ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് കയറിയതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കൾച്ചറുണ്ട്. അതെന്താ? ആര് വന്നാലും ഉടനെ ഫുഡ് കൊടുക്കും. അബുൽ ഗീഫാൻ, അതിഥികളുടെ ഉപ്പാന്ന മഹാന ചരിത്രം വിളിക്കുന്ന തന്നെ. എപ്പം ഫുഡ് പാചകം ചെയ്താലും 4 പാടും ഒന്ന് കറങ്ങി നോക്കും, ആരെങ്കിലും കിട്ടോ കൂടെ ഭക്ഷണം കഴിക്കാൻ എന്ന്. സൂഫിയാക്കൾക്കൊരു സ്വഭാവമുണ്ട്, അവർ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല, ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടും. ഷെഹ്റാനി ഇമാമിന്റെ അൽ അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖിയാറിൽ കാണാം സൂഫിയാക്കളുടെ സ്വഭാവം പറയുന്ന കിതാബ്. അതിൽ പറയുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അവർ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല, ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടണം, എന്നാലേ അവർക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ ഗീഫാനാണ്, അതിഥികളുടെ ഉപ്പ. മലക്കളാണെന്ന് മഹാന് ആദ്യ ദൃഷ്ടിയിൽ മനസ്സിലായില്ല. മനുഷ്യർ വേഗം ഫുഡ് കൊടുത്തു. ബഫലോ അങ്ങനെ തന്നെ ഫ്രൈ ആക്കി കൊടുത്തു. അതങ്ങനെയാ, അതിഥിക്ക് കുറേ തിന്നാന് തോന്നിപ്പിക്കും വിധത്തിൽ ഫുഡ് കൊടുക്കണമെന്ന് വേഗം കൊടുത്തു. അവർ കഴിക്കുന്നില്ല.
ഫൗജസ മിൻഹു ഖീഫ. ഇബ്രാഹിം നബിക്ക് മനസ്സിലൊരു ചെറിയ വിഷമം. ഇഷ്ടപ്പെട്ടിട്ടില്ല റബ്ബേ ഫുഡ്. എന്താ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോഴാണ് മലക്കൾ വെട്ടിത്തുറന്ന് പറയണത്, നമ്മളെ മലക്കൾ പോകുന്ന വഴിയിൽ കയറിയതാണ്. വന്നതിൻ്റെ താല്പര്യം പറയാം. ഇന്നുബശ്ശിറുക ബിഗുലാം, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും. ഇതൊക്കെ അടുക്കളയിൽ നിന്ന് വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. ആര്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ സാറാ ബീവി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ കേൾക്കുന്നുണ്ട്, സാറാ ബീവി റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം നബിക്ക് കുട്ടി ഉണ്ടാവുന്നു. വാട്ട് യു മീൻ? അപ്പം ഞാൻ പ്രസവിക്കുന്നല്ലേ പറയണത്? ഞാനാ പ്രസവിക്കാനാ? അതായത് ജിബ്രീലിന്റെ വർത്താനത്തിൽ സാറാ ബീവി ഉറക്കെ ചോദിച്ചു പോവുക, ആ അലിദു, ഞാൻ പ്രസവിക്കുന്നാണോ? വാ അന അജൂസ്, ഞാൻ മച്ചിപ്പെണ്ണാണല്ലോ, പ്രസവിക്കാത്ത പെണ്ണാണല്ലോ. വാ ബഅലി ഷെയ്ഖുൻ കബീർ, എൻ്റെ പ്രിയതമൻ ഭർത്താവ് വയസ്സ് വിട്ടായി അങ്ങ് എത്തിയല്ലോ. അതെങ്ങനെ സംഭവിക്കുക? അപ്പോൾ ജിബ്രീലിന്റെ കമന്റ്, അത് അജബീന മിൻ അംരില്ല, എന്താ ഈ പ്രായത്തിൽ അള്ളാഹ് കുട്ടിനെ തന്നൂടാന്ന് വല്ല നിയമമുണ്ടോ? അല്ല, അങ്ങനെ നിയമമൊന്നുമില്ല, ചോദിച്ചു പോയതാണ്. അന്ന് മലക്കളുടെ ഒരു ദുആ ഉണ്ട്, സലാമുൻ അലൈക്കും വ ബറക്കത്തുഹു യാ അഹ്ലൽ ബൈത്ത്, ഓ സാറാ ബീവിയുടെ കുടുംബമേ, നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. യെസ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ബറക്കത്ത് കിട്ടിയ കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് പിൽക്കാലത്ത് 1,00,000+ നബിമാർ പിറവിയെടുത്തത്. 1,00,000+ നബിമാരിൽ 6 നബിമാരാണ് ഇബ്രാഹിം നബീൻ്റെ മുമ്പുള്ളത്. ആദം നബി, ഷീസ് നബി, സ്വാലിഹ് നബി, നൂഹ് നബി അടക്കമുള്ള നബിമാർ. പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുള്ള ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ, അവരിലൂടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം, അവസാന കണ്ണി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി മുഴുവൻ നബിമാരും ഈ ഫാമിലിയിൽ നിന്ന്. വബറകാതുഹു യാ അഹ്ലൽ ബൈത്ത് കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇബ്രാഹിമിയ സ്വലാത്തിൽ അത്തഹിയാത്തിന്റെ ചുവടെ ചൊല്ലുന്ന സ്വലാത്ത്. കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്തതുപോലെ തങ്ങന്മാർക്കും ബർക്കത്ത് ചെയ്യണേ, തങ്ങന്മാർക്കും ബർക്കത്ത് ചെയ്യണേ, നബി കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണേ. കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം. വല്ലാത്ത ബർക്കത്ത്. മലക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബർക്കത്ത് എന്ന് പറഞ്ഞ ബർക്കത്തായിരിക്കും. ഒരു കാര്യത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളിൽ ബർക്കത്ത്, എന്താണ് സമ്പത്തിൽ ബർക്കത്ത്, എന്താണ് സമയത്തിൽ ബർക്കത്ത്? ദലീലു തുജാർ യൂസുഫ് നബഹാനി തങ്ങൾ എഴുതി വെച്ചു. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കാര്യം കൊണ്ട്, ആ വിഭവം കൊണ്ട് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ മക്കൾക്ക് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മക്കൾ നല്ല തടിയും തൻ്റെ ഇടമുള്ളൂ. ഇതെന്താ WF കൊണ്ട് പോകുന്നുണ്ടോ പിള്ളറ? ഉണ്ടോ? വല്ല ഗുസ്തിക്കും കൊണ്ടുണ്ടോ പിള്ളറ? അല്ല. മക്കളിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ട് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവും. സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറേ അക്കൗണ്ടിൽ നിറച്ചു വെച്ചിട്ട് അല്ലത് ഈ ജമാമാലം വാഴ്ത്തത അക്കൗണ്ട് ബാലൻസ് എത്തി നോക്കുന്ന ടീമാവുന്നല്ല അതിൻ്റെ അർത്ഥം. ആ സമ്പത്ത് അവർക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതായിരിക്കും. സമയത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നവവി ഇമാമിന് കിട്ടിയ പോലെ വയസ്സ് 45 4 നൂറ്റാണ്ടിലപ്പുറം ജീവിച്ച കർമ്മങ്ങൾ ചെയ്തു വെച്ച കർമ്മയോഗിയാവാൻ അവർക്ക് കഴിഞ്ഞു. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അത് കിട്ടണോ? അത് കിട്ടണോ? വേറെ എവിടെയും ബർക്കത്തിൻ്റെ ആപ്ലിക്കേഷൻ അന്വേഷിച്ച് പരതണ്ട. പിന്നെ മോനെ, നിൻ്റെ വീട് നിസ്കാരം അവ്വൽ വക്തിൽ നിസ്കാരം നിർവഹിക്കുന്ന വീടാവണം. ഉമ്മ അങ്ങനെ നിസ്കരിച്ചാൽ മാത്രം പോരാ. മക്കളെല്ലാവരും നിസ്കാരത്തിൽ ശ്രദ്ധ ഉള്ളവരാവണം. എല്ലാവരും സുബഹിന് ഉണരുന്നവരാവണം. വതൻസിലുൽ ബറക്കത്തു ഫീ ദാരിഹി. സ്ത്രീകളുടെ ഭാഗത്ത് കവർ വിതരണം ചെയ്യുന്നുണ്ട്. നാളത്തെ മജ്ലിസിൽ ദുആ വസിയത്ത് എഴുതി നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി സംഭാവനകൾ അതിൽ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്യുന്നത് പ്രതിഫലം ഉള്ളത് റമളാനിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്യുന്നതും റമളാനിലാണ് എന്ന് നമുക്ക് ഹദീസിൽ വായിക്കാനും പറ്റും. അഞ്ചാമത്തത്, സമയത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യർക്കുള്ള അഞ്ചാമത്തെ പ്രത്യേകത വയൽഹറു അലാ വജിഹിഹി സിയമ സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ അടയാളം അയാളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കും. അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തണേ റഹ്മാന്. അത് ദുനിയാവിലും ഉണ്ടാവും, ആഖിറത്തിലും ഉണ്ടാവും. ചിലരെ കണ്ടാൽ തന്നെ നമുക്ക് നന്നാവാൻ തോന്നും. കണ്ടില്ലേ ആലിക്കുഞ്ഞ് ചെറിയ ഉസ്താദ്? ആ മുഖം കണ്ടാൽ, 2 കലിമത്ത് അവരുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടാൽ 1000 മണിക്കൂർ വഅദ് കേൾക്കുന്നതിനേക്കാൾ ഫലം ആരംഭക്കനിയായ പൊന്നു മുസ്തഫ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ഉസ്താദ് പറയുമ്പോഴേക്ക് 1000ങ്ങളുടെ ഹൃദയത്തിൽ തങ്ങളോടുള്ള മഹബത്ത് നിറഞ്ഞു പോകുകയാണ്. നിങ്ങൾ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെ ചാരത്തൊന്ന് പോയി ഇരുന്ന് നോക്കൂ. 2 കലിമത്ത് കേൾക്കുമ്പോൾ, താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദിൻ്റെ വർത്തമാനം കേട്ടു നോക്കൂ. 2 കലിമത്ത് കേൾക്കുമ്പോൾ നമ്മുടെ ഉലമാഇൻ്റെ മുഖത്തൊന്ന് നോക്കിയിരിക്കാൻ തന്നെ എന്തൊരാനന്ദമാണ്.
വഫാത്തായ ചെറിയ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, സുൽത്താനുലുലമനെ കാണാൻ വേണ്ടി മാത്രം നട്ടപ്പാതിരാക്ക് വീട്ടിൽ നിന്നിറങ്ങി സുബഹിന് മർക്കസിലെത്തുന്ന നൂറുകണക്കിന് മനുഷ്യരെക്കുറിച്ച് ചിലരുടെ മുഖം കണ്ടാൽ തന്നെ എത്രയോ കാലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുകയാണ്. ഹാഷിയത്തുൽ ഖല്ലൂബിൽ നമുക്കത് വായിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അവർ നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തിയവരാണ്, ആയിരക്കണക്കിന് സുജൂദ് നിർവഹിച്ചവരാണ്. അവരുടെ മുഖത്ത് ആ പ്രകാശം ഉണ്ടാവും. മരിക്കുമ്പോൾ ഉണ്ടാവും, ജീവിക്കുമ്പോൾ ഉണ്ടാകും, ഖബറിലെത്തുമ്പോൾ ഉണ്ടാകും. അതാണ് നിസ്കാരം അവ്വൽ വക്തിൽ നിർവഹിക്കുന്നവർക്കുള്ള അടുത്തൊരു പ്രത്യേകത. വയുലയ്യിനുല്ലാഹു ഖൽബഹു, അതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ, വയുലയ്യിനുല്ലാഹു ഖൽബഹു, അവരുടെ ഖൽബ് നല്ല സോഫ്റ്റായ ഖൽബായിരിക്കും. ആ വാക്കിനെ വിശദീകരിക്കുന്നിടത്ത് നസാഇഹുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഞാൻ ഇത് വായിക്കുന്നത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ അൽ ഇസ്തിഅദാദിൽ നിന്നാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട് വയുലയ്യിനുല്ലാഹു ഖൽബഹു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആരുടെ വഅദ് കേട്ടാലും മൂപ്പർക്ക് നല്ലോണം മനസ്സിൽ തറച്ച് അയാളുടെ ജീവിതം നന്നാക്കാൻ തോന്നും. നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുന്നവർക്ക് ഉപദേശത്തിന് നല്ല ഫലം ഉണ്ടാവും. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളട്ടാ, അധികം ചിലക്കണ്ട കേട്ടാ, അധികം ചിലക്കണ്ട കേട്ടാ. നിസ്കാരം മര്യാദയ്ക്ക് നിർവഹിക്കാത്ത മക്കളാണോ ഒരാൾ ഉപദേശിച്ചാലും ഫലം കാണില്ല. ഒരാൾ നിസ്കാരമാണ് ആദ്യം. നിസ്കരിക്കുന്ന മോന് വേറെ എന്ത് അഡിക്ഷനിൽ പെട്ടാലും ഒരു കാലത്ത് കഴിച്ചലാവും, ഒരു കാലത്ത് ഉപരി രക്ഷപ്പെടും. അതങ്ങനെയാണ്, ഉറപ്പാണ്. വയുലയ്യിനുല്ലാഹു ഖൽബഹു, അയാളുടെ ഖൽബ് സോഫ്റ്റായ ഖൽബായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പാകപ്പെട്ട ഖൽബായിരിക്കും. അടുത്തത് വയമുറു അലസ്സിറാത്തി കൽബർഖിൽ ലാമിഅൻ, മിന്നൽ പിണർ വേഗത്തിൽ അയാൾ സിറാത്ത് പാലത്തിൽ കടന്നു പോകും. ഒരാൾക്ക് കുറേ നന്മയുണ്ട് എങ്കിൽ അയാൾ സിറാത്ത് പാലത്തിൽ വേഗം രക്ഷപ്പെടും. കുറേ തിന്മയുണ്ട്, സിറാത്ത് പാലത്തിൽ നിന്ന് വീഴും. ഇനി ഒരാൾക്ക് നന്മയുണ്ട് തിന്മയുണ്ട്, അയാൾ ആകെ ബേജാറിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കും, എന്താ ബേജാറ്? തിന്മ ഓർക്കുമ്പോൾ കയറാൻ പേടിയാവും, നന്മ ഓർക്കുമ്പോൾ കയറിയാലോ എന്ന് തോന്നുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. അതിന് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഏറ്റവും ആത്മാർത്ഥതയോടെ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ സ്ഥലമുണ്ടല്ലോ, പള്ളിയാണെങ്കിൽ പള്ളി, വീടാണെങ്കിൽ വീട്, അത് ഓർമ്മിക്കും, അത് കൊണ്ടുവരും. എന്നിട്ട് അതിൽ കയറി സിറാത്ത് പാലം തൊടാതെ സ്വർഗത്തേക്ക് പോകാം. അവിടെയും നമ്മളെ രക്ഷപ്പെടുത്തുന്ന നിസ്കാരം തന്നെ, നിസ്കാരം തന്നെ. ലാസ്റ്റ് വൺ, വയുൻസിലുല്ലാഹു ഫീ ജിവാരിൽ ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടും, സ്വർഗത്തിൽ സീറ്റ് കിട്ടും. ആർക്ക്? അയാൾ വലിയൊന്നും ആയിട്ടില്ലെങ്കിലും അയാൾക്ക് ഔലിയാക്കണ സാന്നിധ്യത്തിൽ സ്വർഗത്തിൽ സീറ്റ് ലഭിക്കും. ആരാണവർ? അവർ നിസ്കാരത്തെ കൊണ്ട് നടക്കുന്നവരാണ്. ഇങ്ങനെ കുറേ ഉമ്മമാരുണ്ട്. പല ചെറുപ്പക്കാരെയും ഈ അടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത വേറെ വാർത്താനില്ല. ഈയിടെ ഞാനൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെയുള്ള ഒരു ഉസ്താദിനെ അവിടുത്തെ 4 ചെറുപ്പക്കാരെ എനിക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ ഉസ്താദുണ്ടല്ല, നമ്മൾ കുറേ കാലം ഉസ്താദിൻ്റെ കൂടെ ഉണ്ട്. ഈ ഉസ്താദിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, ബാങ്ക് കൊടുത്താൽ ഉസ്താദ് വേറെ വാർത്താനില്ല, എണീറ്റ് പോയിരിക്കും. വേറൊരു കാര്യം ഉസ്താദിനില്ല എന്ന് പറഞ്ഞാൽ വേറൊരു ചിന്തയില്ല. ബാങ്ക് കൊടുത്താൽ ഉടനെ പോക്കായി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നിസ്കാരത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവും. എങ്കിൽ റഹിമല്ലാഹു ഇബ്നു അബി റവാഹ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരാ ദ്വാരക്കണത്? മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ദ്വാരനാലുള്ള ഇജാബത്ത് എത്ര. നബിയെ മഴയില്ല, മഴയ്ക്ക് വേണ്ടി ദ്വാരന്നപ്പോൾ മഴ പെയ്തു. പിറ്റേത്താഴ്ച സഹാബത്ത് മഴ മതി നബിയെ, മതിയോ? എന്നാൽ മഴ വേണ്ടാന്ന് നിന്നില്ലേ? കണ്ടോ? ആ തങ്ങളാ ദ്വാരക്കണത്. എന്താണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങളുടെ പ്രത്യേകത? കാന ഐനമാ അദ്റക്തുഹു സ്വലാത്തു അനാഹ, ബാങ്ക് കേട്ടാൽ വണ്ടി നിർത്തലായി, നിസ്കരിക്കലായി. ഈ ക്വാളിറ്റി വഅദ് കേട്ടത് മുതൽ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും സൂപ്പർ തീരുമാനം അതായിരിക്കും. അതാണ് നമുക്കുണ്ടാവേണ്ടത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഇബാദത്തുകൾ ഒരുമിച്ച് കൂടിയതാണ്. റുക്കൂ, സുജൂദ്, ഖുർആൻ പാരായണം, തസ്ബീഹ്, ദിക്ർ, ഇങ്ങനെ സെപ്പറേറ്റ് ആയ കുറേ ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അതാണ് നിസ്കാരത്തിനേക്കാൾ ടോപ്പ് വേറൊരു ഇബാദത്തില്ല എന്ന് മഹാന്മാർ പറയാനുള്ള കാരണം. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വർത്താനം ഞാൻ നേരെ തന്നെ വായിക്കാം. അൽ ഹദറ മിന തഖ്സീരി ഫീ സ്വലാത്തിൻ, മോനെ നിസ്കാരത്തിൽ വീഴ്ച വരുന്നത് നീ എപ്പോഴും പേടിക്കണം. ഫഇന്നക ലൗ ഹജ്ജത അൽഫ ഹജ്ജത്തിൻ, നീ 1000 ഹജ്ജ് ചെയ്തു എന്ന് കരുതുക. വളയ്യഅത സ്വലാത്തൻ, ഒരു നിസ്കാരം നീ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഔ അഖർതഹ അൻ വഖ്തിഹ, അല്ലെങ്കിൽ ഒരു നിസ്കാരം നീ ഖളാക്കി.
എങ്കിൽ കുന്ത ഖാസിറൻ, നീ പരാജിതനാണ്. 1000 ഹജ്ജുണ്ട്, 10,000 ഉംറയുണ്ട്, 2000 പള്ളി എടുത്തിട്ടുണ്ട്, അതെല്ലാം വേറെ വർത്താനം. ഒരു നിസ്കാരം നിനക്ക് ഖളായിന കുന്ത ഖാസിറൻ, നീ പരാജിതൻ. വകാന തർക്കുക ലിൽ ഹജ്ജി, നീ കൊല്ലാക്കൊല്ലം പോകുന്ന ഹജ്ജ് ഉണ്ടല്ല, അത് ഒഴിവാക്കല ഖൈറുൻ, പിന്നെയും നല്ലത്, ലക, നിനക്ക് ഏറ്റവും നല്ലത് അതാ. വകസീറു മിനന്നാസ്, പല ആൾക്കാരുണ്ട് നമ്മുടെ നാടുകളിൽ, യുദീമുനഹു, ഹജ്ജൊക്കെ അടിപൊളിയായിട്ട് നിർവഹിക്കും, എന്നിട്ടോ നിസ്കാരത്തിൽ വീഴ്ച വരുത്തും. വഹുവ ഖസാറത്തൻ വളലാലുൻ മുബീൻ, വ്യക്തമായ വഴികേടാണ്, വ്യക്തമായ പരാജയമാണത്. അങ്ങനെയുണ്ട് പലരും. മരുസാഗർ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, എവിടത്തേക്കാ? അജ്മീർക്ക്. നിസ്കരിച്ചു, അത് മൊത്തത്തിൽ നമ്മൾ നാട്ടിൽ വന്നിട്ട് നിസ്കരിക്കലാന്ന്. ഹാജാ തങ്ങൾ തന്നെ കരുതും ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് പോരുന്നതെന്ന്. സിയാറത്തിനെ കുറിച്ച് പറയുന്ന ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അൽ ജൗഹർ ആ കിതാബിലുണ്ടല്ലോ, അൽ ജൗഹറുൽ മുനല്ലം ഫീ സിയാറത്തി ഖബരി ശരീഫിൻ നബവിയിൽ മുകറം, ആ ഗ്രന്ഥത്തിലുണ്ട്. എന്ത്? 1000കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർള് നിസ്കാരത്തിന്റെ പകരാവൂല. അത് ആവൂല. എവിടെ പോന്നെ? നാഗൂർ, അജ്മീർ, മുത്തുപ്പട്ട, അതൊക്കെ നല്ല തന്നെ. നിസ്കാരം കളാക്കിയിട്ട് എന്ത് നാഗൂർ, എന്ത് സിയാറത്ത്? ആ ഔലിയാക്കടെ പൊരുത്ത് നമുക്ക് കിട്ടുമോ? പരിപാടികൾ ഗംഭീരം, എന്നിട്ട് പിറ്റേന്ന് സുബഹിഹ് കളാക്കുന്നു. എന്തിനാണ് ഈ ഗംഭീരമായി പരിപാടി നടത്തുന്നത്? ഒരാൾക്ക് 21-നോ തുടർന്നുള്ള ഒറ്റയിട്ട് രാവുകളിലോ മുഴുവൻ ഉറക്കൊഴിഞ്ഞാൽ സുബഹ് നഷ്ടപ്പെടും. അയാൾ ഉറക്കൊഴിയണോ? വേണ്ട. അയാൾ ഇന്ന റാത്തീബിന് മജ്ലിസിൽ പങ്കെടുത്ത് ദീർഘനേരം ഇബാദത്തിൽ എൻഗേജ് ആയാൽ അയാളുടെ സുബഹി മിസ്സാവും. ഉറക്കൊഴിയണോന്നല്ല, ഉറക്കൊഴിയാൻ പാടില്ല. പോയി ഉറങ്ങുക, ലൈലത്തുൽ ഖദറിന്റെ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഇബാദത്തൊക്കെ ചെയ്ത് വേഗം പോവുക, എന്നിട്ട് നിസ്കാരം അവ്വൽ വക്തിൽ നിസ്കരിക്കുക. ഉറക്കത്തിലല്ല സുബഹി നിസ്കരിക്കേണ്ടത്, ഉറക്കച്ചടവിലല്ല നിസ്കാരം നിർവഹിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ധൈര്യം വരുന്നു ഉറങ്ങാൻ? ആ ഉറക്കത്തിലെങ്ങാനും മരിച്ചു പോയാലോ? ഇശാ നിസ്കരിക്കാതെ ഒരാൾ ഉറങ്ങി എന്ന് കരുതുക, എഴുന്നേൽക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ എഴുന്നേൽക്കൽ മയ്യത്തായിട്ടാണെങ്കിലോ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബറിലെത്തിയിട്ട് മലക്കൾ വിളിക്കുമ്പോഴായിരിക്കും കണ്ണ് തുറക്കുക. കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ഇശാ നഷ്ടപ്പെട്ട് സുബഹി ബാങ്കിന് ശേഷം മരിച്ച് ഉച്ചയാകുമ്പോൾ ഖബറിലെത്തിയിട്ട് കുരടീസിൻ്റെ കല്ലുകളാണ് കാണുന്നത്. എങ്ങനെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്? അള്ളാഹു കാക്കട്ടെ. നിസ്കാരം അത് കളിക്കാനുള്ളതല്ല. എത്ര വലിയ ആലിമാണെങ്കിലും ഖാദിയാണെങ്കിലും എത്ര വലിയ സൂഫിയാണെങ്കിലും ദീനീ പ്രവർത്തകനാണെങ്കിലും നിസ്കാരമാണ് ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പാർട്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അക്കൗണ്ടും നിങ്ങളുടെ സീസണും നിങ്ങളുടെ ടെക്സ്റ്റൈൽ ഷോപ്പും നിസ്കാരത്തിന് തടസ്സാവരുത് കേട്ടോ. സീസണാണ്, പെരുന്നാൾ സീസണാണ്, ഡ്രസ്സ് മടക്കി വെച്ച് ഇശാ അങ്ങ് പോയി. റമദാനിൽ സുബി അങ്ങ് നഷ്ടപ്പെട്ടു. റമദാനിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അവനല്ലേ പരാജിതൻ, അയാളല്ലേ പരാജയപ്പെട്ടവർ. അത് വല്ലാത്തൊരു വർത്താനാണ്. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ അഹ്ലുകാരും നിന്റെ സമ്പത്തും നിന്റെ ഇബാദത്തിന് തടസ്സമാവുന്നുണ്ടോ എന്ന് നിനക്ക് എപ്പോഴും പേടി മനസ്സിലുണ്ടാവണം. കുട്ടികളെ കളിപ്പിച്ച് രാത്രി ഉറക്കൊഴിയലെന്നൊരു പ്രശ്നമല്ലല്ലോ ഇപ്പോൾ. ഉറക്കൊഴിയലെന്നൊരു പ്രശ്നമല്ല. റമദാനിൻ്റെ തറാവീഹ് കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് പോകുന്ന ഘട്ടങ്ങളിൽ റോഡിൻ്റെ 2 ഭാഗത്തും ഉറക്കൊഴിഞ്ഞ മോമിനീങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉറക്കൊഴിഞ്ഞ മോമിനീങ്ങൾ. യഥാർത്ഥത്തിൽ ഇശാ ബാങ്കിന് ശേഷം ഇശാ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ദുന്യവിയായ സംസാരം കറാഹത്താണ്. ഇൽമു പറയാം, അതിഥിയെ സൽക്കരിച്ച് ഫുഡ് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമിശ്രണമായ വർത്തമാനങ്ങൾക്ക് കറാഹത്തില്ല. അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അനിവാര്യമായ വർത്തമാനങ്ങളാണ്. അല്ലാത്ത ദുന്യവിയായ സംസാരങ്ങൾ മുഴുവനും കറാഹത്താണ്. അത് റമദാനിലാവുമ്പോൾ എല്ലാ രാത്രിയും കറാഹത്ത് ചെയ്തൊരു മനുഷ്യൻ നല്ല മരണം ഉണ്ടാവും, നല്ല ജീവിതം ഉണ്ടാവും അയാൾക്ക്. യഥാർത്ഥത്തിൽ അല്ലാഹ് നമ്മളെ സ്നേഹിച്ചിട്ടാണ് ആ നിയമം കൊണ്ടുവരുന്നത് തന്നെ. രാവിലെ മുതൽ എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇശാ നിസ്കാരത്തോടെ സലാം വീട്ടലോടുകൂടി ഇശായിലെ സുജൂദോടുകൂടി എല്ലാ ദോഷങ്ങളും അല്ലാഹ് പുറത്തു തരുകയാണ്. ഇനി പുതിയൊരു തെറ്റ് ദയവ് ചെയ്തിട്ട് തുടങ്ങണ്ട മോനെ. വർത്തമാനം പറഞ്ഞാൽ ഗീബത്തിലെത്തും, നമീമത്തിലെത്തും, കമൻറ്റ് ബോക്സിൽ പല കമൻറ്റും ഇട്ട് ട്രോളൊക്കെ വരും. വേണ്ടടാ ഇശായിന് ശേഷം സംസാരം കറാത്താന്ന് പറഞ്ഞാൽ ഇനി ഒരു പുതിയ തെറ്റ് നീ തുടങ്ങണ്ട. ഇശാ നിസ്കാരത്തോടെ തെറ്റൊക്കെ പുറത്ത് കിട്ടിയിട്ടുണ്ട്, ഇനി പുതിയൊരു തെറ്റിലേക്ക് നീ പോകല്ല മോനെ എന്നതാണ് ഈ കറാഹത്തിൻ്റെ 5 താല്പര്യങ്ങളിൽ ഒരു താല്പര്യമെന്ന് ഉമറുൽ ബുൽഖീനി തങ്ങളുടെ തദ്കിറയിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്നിട്ടും നമ്മൾ സ്ട്രീറ്റുകളിലാണ്, വൈബ് ഇഫ്താറുകളിലാണ്, ടെൻറ്റുകളിലാണ്, നമ്മൾ ഉപ്പിലിട്ട കുപ്പിയിലാണ് നമ്മുടെ ജീവിതം. അല്ല, നമ്മളൊന്ന് തിരിച്ചു വരണം.
ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. നിന്റെ സമ്പത്തും നിന്റെ അഹ്ലുകാരും നിന്റെ ഇബാദത്തിന് തടസ്സം ഉണ്ടാവരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ അക്കൗണ്ടും സീസണും ടെക്സ്റ്റൈൽ ഷോപ്പും നിന്റെ ഇബാദത്തിനും ഇശാഇനും തടസ്സാവുന്നുണ്ടോ, നീ പരാജയപ്പെട്ടിരിക്കും. അങ്ങനെ ആവരുത്. അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹിനോട് അടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്നല്ലാതെ അള്ളാഹുവിൽ നിന്ന് പിന്നോട്ട് പോവാൻ കാരണമാവരുത്. ഗസാലി ഇമാമ് നമുക്ക് തിരിയണ നല്ല വൃത്തിയിലുള്ള ഭാഷയിൽ പറയുന്നുണ്ടല്ലോ ബിദായത്തുൽ ഹിദായയിൽ. എന്തു പറയുന്നു? അള്ളാഹു നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും തന്നത് നീ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അകലാൻ വേണ്ടിയിട്ടല്ല. ആകയാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണം.